ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് കലിംഗ സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരളക്ക് വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ISL ക്ലബ്ബായ FC ഗോവ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഗോകുലം കേരളയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ഗോവ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നു. ഗോകുലം കേരള ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. FC ഗോവയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി കളിച്ചിരുന്നു. സന്ദേശ് ജിങ്കൻ, അതുപോലെ തന്നെ ഒഡേയ്, അതുപോലെ തന്നെ ഹെരേര, മഖ്യൂഗ്, ഡ്രാസിച്ച്, അതുപോലെ തന്നെ ഗുവാറോചന എന്നിവരൊക്കെ FC ഗോവയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു. മത്സരത്തിൽ ഗുവാറോചനയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഹാട്രിക് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗോവ നേടിയ 3 ഗോളുകളും ഗുവാറോചനയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 24ാമത്തെ മിനിറ്റിലാണ് ഗോവക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചത്. ഡ്രാസിജിനെ പെനാൽറ്റി ബോക്സിനകത്ത് വീഴ്ത്തുകയായിരുന്നു. അത് ഗുവാറോചന ഗോളാക്കി മാറ്റി. പിന്നീട് 35ാമത്തെ മിനിറ്റിൽ ഗുവാറോചനയുടെ ഒരു മികച്ച ഗോൾ പിറന്നു. പിന്നീട് രണ്ടാം പകുതിയുടെ 71ാമത്തെ മിനിറ്റിലാണ് ഗുവാറോചന തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയത്. ഇങ്ങനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് FC ഗോവ ഇപ്പോൾ ഗോകുലം കേരളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയിട്ടുള്ളത്. ഇന്ന് സൂപ്പർ കപ്പിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഒഡീഷയും പഞ്ചാബും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8 മണിക്കാണ് ഈ മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.